കരുത്തുറ്റ നായകനെന്നും എല്ലാം സമാനതകളില്ലാത്ത വിശേഷണങ്ങൾ നമ്മൾ സത്യന് നൽകാറുണ്ട്. ഈ നടന്റെ പ്രകടനം കണ്ടറിഞ്ഞിട്ടുള്ള ആർക്കും തന്നെ ഇത് നിഷേധിക്കാനുമാവില്ല. 1912 തിരുവനന്തപുരത്ത് പൂഴിക്കുന്നിൽ മാനുവലിന്റെയും എമിലിയുടെയും മകനായിട്ടാണ് സത്യനേശൻ എന്ന സത്യൻ ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിൽ സത്യൻ തിളങ്ങി നിന്നു. അധ്യാപകനായും പട്ടാളക്കാരനായും സബ് ഇൻസ്പെക്ടറായും ഔദ്യോഗിക ജീവിതം നയിച്ച സത്യന് അഭിനയരംഗത്തേക്ക് വീണ്ടും എത്തിച്ചേരാൻ നിമിത്തമായത് തിക്കുറിശ്ശിയുമായുള്ള ബന്ധമാണ്. തുടർന്ന് പോലീസ് ഉദ്യോഗം രാജിവെച്ച് സിനിമയിലെത്തി. ത്യാഗസീമ എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിച്ചതെങ്കിലും ഇത് പുറത്തുവന്നില്ല. 1952 പി സുബ്രഹ്മണ്യത്തിന്റെ ആത്മസഖിയാണ് സത്യന്റെ ആദ്യമായി പ്രദർശനം നേടിയ ചിത്രം. തുടർന്ന് നിരവധി ചിത്രങ്ങൾ സത്യനെ തേടിയെത്തി. ഇതിൽ ഏറെ ശ്രദ്ധാർഹം രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത നീലക്കുയിൽ എന്ന ചിത്രമാണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ ഈ ചിത്രത്തിലെ ശ്രീധരൻ മാസ്റ്റർ എന്ന സത്യന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി. 1962 സത്യൻ നായകനായ സ്നേഹസീമയ്ക്ക് മെറിറ്റ് അവാർഡും ഇതേ വർഷം തന്നെ മുടിയനായ പുത്രനിലെ അഭിനയത്തിനും 1963 ഡോക്ടർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരങ്ങൾ സത്യനെ തേടിയെത്തി. ഒരർത്ഥത്തിൽ ദേശീയ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി നടനാണ് സത്യൻ. സത്യൻ മാസ്റ്റർ അഭിനയം സെറ്റിൽ ആക്ടിംഗ് ആണ്. മുഖം കൊണ്ടുള്ള കോസ്റ്റുകളൊന്നും അങ്ങനെ കാണിക്കില്ല. ചെറിയ ചെറിയ ആക്ഷൻസ് കാണിക്കുക. അതത്രയും നമുക്ക് വലിയ വിലയുള്ള നിധിയായിട്ടാണ് കിട്ടുന്നത്. ഈ നവരസങ്ങളാണ് മനുഷ്യ അഭിനയത്തിൻ്റെ വശങ്ങൾ. അതൊന്നുമല്ല മാസ്റ്ററിയിലുള്ളത്. മാസ്റ്ററിയിലുള്ള ചെറിയ ചെറിയ പോയിന്റ്സ്, അതായത് ചെറിയ സെറ്റിലായിട്ടുള്ള ആക്ഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും അങ്ങേരെ മുഖത്തും അഭിനയത്തിലും തരും. സത്യൻ മാസ്റ്റർ സൂക്കേട് വല്ലാത്തൊരു സൂക്കേടായിരുന്നു. അങ്ങേര് മരിക്കുന്നതിൻ്റെ 1-2 ദിവസം മുമ്പാണ് ഹോസ്പിറ്റലിൽ പോയത്. അതും അങ്ങേരെ ഹെറാൾഡ് വണ്ടി അങ്ങേര് തന്നെ ഓടിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് അഡ്മിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇതെല്ലാം ആണെങ്കിൽ അങ്ങേർക്കറിയാം അങ്ങേര് ഒരു ദിവസം പോവും, വളരെ തുടർന്ന് നിൽക്കില്ല എന്നറിയാം. അപ്പോഴും ഇത്ര ബോൾഡായിട്ടൊരു മനുഷ്യൻ, അങ്ങനെ സൂക്കേടിൻ്റെ വ്യാപ്തി അങ്ങേർക്ക് നല്ലവണ്ണം അറിയാം. എന്നിട്ടും അങ്ങേര് അഭിനയിച്ചുകൊണ്ടിരുന്നു. അവസാനം വരെ മരിക്കുന്നതിന് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് വരെ അങ്ങേര് അഭിനയിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതോടുകൂടി അങ്ങേര് തീരുകയും ചെയ്തു. പക്ഷെ അതുവരെ അങ്ങേര് ആക്റ്റീവായിരുന്നുള്ളതാണ് അതിൻ്റെ വലിയ അതിശയം. ആ സ്ഥാനത്ത് നമ്മളെല്ലാണെങ്കിലും മാസക്കണക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നില്ല. 1966 മലയാള സിനിമയിലെ സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചെമ്മീനിൽ മുഖ്യവേഷങ്ങളിലൊന്നായ പളനിയെ അനശ്വരമാക്കാനും സത്യന് സാധിച്ചു. 19 വർഷത്തിനുള്ളിൽ 151 കൂടുതൽ ചിത്രങ്ങളിൽ സത്യൻ അഭിനയിച്ചു. ഇതിലെല്ലാം സത്യൻ എന്ന പ്രതിഭയുടെ സ്പർശം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. തച്ചോളിയുദേനൻ, കായംകുളം കൊച്ചുണ്ണി, ഓടയിൽ നിന്ന്, അനുഭവങ്ങൾ പാളിച്ചകൾ, വാഴ്വേമായം, മിടുമിടുക്കി, ക്രോസ് ബെൽറ്റ്, ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ ഈ നടനെക്കുറിച്ചുള്ള ചിന്തകളിൽ നിറയുന്നു. ഞാൻ മെല്ലാ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ പോയപ്പോഴേ സത്യൻ മാസ്റ്റർ അവിടുന്ന് വിട്ടു കഴിഞ്ഞു. 51 സത്യൻ മാസ്റ്റർ പടം വർക്ക് ചെയ്തിട്ട് പിന്നെ മെല്ലാനിൽ വർക്ക് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ചെല്ലുമ്പോൾ 56 കാലഘട്ടം മാറി. പിന്നെ ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് 65-ലാണ്. അപ്പോൾ എന്നെ കാണുമ്പോൾ അങ്ങർക്ക് യാതൊരു പരിചയമില്ല. ഇപ്പോൾ ഈ ചെറുപ്പക്കാർ എവിടെ നിന്ന് വരുന്നോ എന്തോ. അപ്പം മെല്ലാനിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞറിയാം. പക്ഷെ അങ്ങർക്ക് അറിയാൻ പാടില്ലാത്ത ആളുകളെ കുത്തികിളക്കുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ സെറ്റിലൊരിക്കൽ ഞാൻ ക്ലാപ്പ് അടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല. അപ്പം ഞാൻ ഉടനെ പറഞ്ഞ് ക്ലാപ്പ് അടിക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയാം, എന്നെ സാറ് പഠിപ്പിക്കേണ്ട. ഇത് ഞാൻ പറഞ്ഞു. ഈ പറച്ചിൽ അങ്ങനെ പലരിടത്തും ചോദിച്ചു, ആ ചെറുപ്പക്കാരാരാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഇതെല്ലാം ആണെങ്കിലും ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് മെഗാഫോൺ എടുത്തപ്പോൾ അങ്ങനെ അടുത്ത് ചോദിക്കേണ്ട ഒരു കാൾ ഷീറ്റ് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടാലായി അതിനായിട്ട് എന്നെ വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാതോ ഒന്നും ചെയ്യാതെ കാൾ ഷീറ്റ് എന്ന ആ മഹാൻ, ഒരു മഹാൻ തന്നെ.
പിന്നെ അങ്ങേരെ മുമ്പ് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് അറിഞ്ഞൂടാത്തൊരു നിൽക്കുകയാണെങ്കിൽ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യും. ഒരു സൂപ്പർ നായകന്റെ ഇമേജിൽ നിൽക്കുമ്പോഴും കഥാപാത്രത്തിനു വേണ്ടി എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന സ്വഭാവമായിരുന്നു സത്യന്റേത്. പലപ്പോഴും തനിക്ക് വഴങ്ങില്ല എന്ന് തോന്നുന്ന വേഷങ്ങളിലേക്ക് മറ്റു നടന്മാരെ നിർദ്ദേശിച്ചിട്ട് അപ്രധാന വേഷങ്ങളിലേക്ക് മാറാനും ഈ നടൻ മടിച്ചിട്ടില്ല. കൂടാതെ പിൽക്കാലത്ത് പ്രശസ്തനായ ഒരു സംവിധായകന്റെ ആദ്യ ചിത്രത്തിൽ നിന്നും അന്നത്തെ മറ്റൊരു സൂപ്പർ താരം പിന്മാറിയപ്പോൾ ആ ചിത്രത്തിൽ നായകനായി വരാൻ സത്യൻ തയ്യാറായി. ആ ചിത്രം വൻ വിജയമായി മാറി. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുപയോഗിച്ച് അങ്ങനെ അഭിനയിക്കും. അതിന് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശവും നമുക്കുണ്ടാകില്ല. അത്രയും വിശിഷ്ടമായിട്ടുള്ള അഭിനയമാണ് അദ്ദേഹം നമുക്ക് തരുന്നത്. പിന്നെ ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ഇത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ്. ഒരു ഡയറക്ടർക്ക് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് ഒരു ഡയറക്ടർ അങ്ങനെ ബീഡി കുടിക്കാൻ പഠിപ്പിക്കുന്നു. ആ ഡയറക്ടർ ഒരു പടമേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ബീഡി കുടിക്കാൻ പറയുമ്പം മാസ്റ്റർ പറഞ്ഞ് ഞാൻ ബീഡി കുടിച്ചിട്ടുണ്ട്, ഞാൻ ബീഡി കുടിച്ച് അഭിനയിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. കഥയിൽ ഇതാണ് രീതി, ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങേരെ കഴിവ് വെച്ച് ആ സീനെല്ലാം അഭിനയിക്കും. അത്ര വലിയൊരു മഹാനായിരുന്നു ആ നടൻ. എൻ്റെ പടം 2 പടം അടുത്ത പടത്തിന് ഞാൻ അദ്ദേഹത്തിന് ക്ഷണിക്കാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിന് ഭയങ്കരമായ അസുഖക്കേട് വന്നു. അതല്ലെങ്കിൽ അടുത്ത പടവും അദ്ദേഹം തന്നെ ആയിരിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഈ 2 പടങ്ങൾ കൊണ്ട് എനിക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ സാധിച്ചതും അത് ഈശ്വരാധീനെന്ന് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ഫസ്റ്റ് പിക്ചറിന് ഞാൻ ഒരു കഥാനായികയെ ഫിക്സ് ചെയ്തിരുന്നു. പക്ഷെ സമയത്തിന് ആ കഥാനായിക വന്നില്ല. മാസ്റ്ററോട് കാര്യം പറഞ്ഞപ്പം വിത്തിൻ സെക്കൻഡ്സ് ശാരദമ്മയെ ഹൈദരാബാദിൽ വിളിച്ച് ഡേറ്റെല്ലാം കൃത്യമായിട്ട് ജൂലൈ 18-ാം തീയതി പടം തുടങ്ങുമെന്ന് പറഞ്ഞാൽ 18-ാം തീയതി ശാരദ സെറ്റിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഡയറക്ടറെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സത്യം മാസ്റ്റർ. അഭ്രപാളിയിലെ നടന വൈഭവത്തോടൊപ്പം വ്യക്തിപ്രഭാവം കൊണ്ടും സത്യൻ സ്മരണീയനാണ്. പൊതുവെ വളരെ പരുക്കനായ മനുഷ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കുറേയൊക്കെ പരുക്കനായിരുന്നു. പക്ഷേ ഞങ്ങളോട് വളരെ സ്നേഹവും വാത്സല്യമുള്ളൊരു പിതാവായിരുന്നു. ഞങ്ങളോട് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ 1-2 തവണ മാത്രമേ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ പപ്പയോട് ഞങ്ങൾ വളരെ സ്നേഹവും അതേസമയത്ത് വളരെ റെസ്പെക്റ്റും കൊടുത്തിരുന്നു. അവസാന നാളുകളിൽ രോഗം മൂർച്ഛിച്ചിരിക്കുമ്പോഴും തന്റെ കഥാപാത്രങ്ങളിൽ അതൊന്നും പ്രതിഫലിക്കാതിരിക്കാൻ സത്യൻ ശ്രദ്ധിച്ചിരുന്നു. പ്രതിഭയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ഇദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ അവാർഡുകൾക്കെല്ലാം പുറമെ മലയാള സിനിമയുടെ ആദ്യകാല ചരിത്ര നേട്ടങ്ങൾക്ക് പങ്കാളിയാവാൻ സാധിച്ചതും സത്യനെ ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നു. മരിക്കുന്നത് ജൂൺ 15-നാണ്. ചെന്നൈയിലെ KJ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. അപ്പോൾ പപ്പയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഡോക്ടർ ജഗദീഷ്, ഡോക്ടർ KN പൈ, പിന്നെ വെല്ലൂരിലുള്ള ഡോക്ടർ പദം സിംഗ്, ഇവർ 3 പേരും കൂടെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പത്തെ ആ ശനിയാഴ്ച ചെന്ന് ഹോസ്പിറ്റലിൽ രാത്രി എന്ന് പറഞ്ഞ് നാളെ ഞാൻ വരുന്നുണ്ട്, ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എടുക്കണം എന്ന് ഡോക്ടറിനോട് പറഞ്ഞു. ശരി, ഓക്കെ പറഞ്ഞ് ഡോക്ടർ അവസാനം ഷേക്ക് ഹാൻഡ് ചെയ്തപ്പോൾ നല്ല പനിയായിരുന്നു, കൈ നല്ല ചൂട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നല്ല പനിയുണ്ടല്ലോ, ഇന്ന് അവിടെ കിടക്കാം, എന്നെ വീട്ടിൽ ചെന്നാലും ഒരു കുക്കൊരു പയ്യൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇന്നിവിടെ കിടക്കാം, നാളെ പോവാം, രാവിലെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തമായിട്ട് കാർ ഓടിച്ചാണ് അവിടെ ചെന്നത്. ശരിയെന്ന് പറഞ്ഞു. പിന്നെ അവിടെ റെസ്റ്റ് എടുത്തു. പക്ഷേ അന്ന് രാത്രി തന്നെ അസുഖം കൂടുകയായിരുന്നു.